ഹായ് ഓൾ, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം നമുക്കറിയാം CCയിൽ ഇപ്പം ബിഗ് ഡേയ്സ് ഓഫർ നടക്കുകയാണ്. നിങ്ങളുടെ വലിയ സ്വപ്നത്തിലേക്ക് നിങ്ങളെ ചുവട് വെക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും അപ് ടു 30% ഓഫർ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഓഫർ ഡീറ്റെയിൽസ് അറിയാനും എന്ത് ചെയ്താൽ മതി? ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 89 21 44 05 80. ആ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ CSEB എക്സാമിന് എപ്പോഴും തന്നെ വരുന്ന മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിനെ കുറിച്ച് പഠിക്കാനായിട്ടാണ്. അപ്പൊ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്കറിയാം. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റ് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ വരും എന്ന് അറിയാലേ. അപ്പൊ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 40 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റിലേഷൻ ടു എ കമ്പനി ഇൻക്ലൂഡ്. അതായത് നമുക്ക് അറിയാം, നമ്മുടെ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 40 പ്രകാരം ഏതൊക്കെയാണ് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് നോക്കാം. ഒന്നാമത്തതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. എന്താണ് ബാലൻസ് ഷീറ്റ്? നമുക്കറിയാം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. അത് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ, പ്രത്യേകിച്ചും ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുക? ബാലൻസ് ഷീറ്റ് അസ് ഓൺ എന്നാണ് എഴുതുക. ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് കൂടി നമ്മൾ മെൻഷൻ ചെയ്തിരിക്കും. എങ്ങനെയാണ്? നമുക്കിപ്പോ മാർച്ച് മാസമാണ്, നമുക്കറിയാം. ആ ഇയർ എൻഡിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റ് അസ് ഓൺ 31 മാർച്ച് എന്നൊക്കെ എഴുതിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ദി പ്രിസ്ക്രൈബ്ഡ് ഫോം ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ഹാസ് ബീൻ ഗിവൺ ഇൻ പാർട്ട് 1 ഓഫ് ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013. എന്താണ് പറയുന്നത്? നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പല മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ കമ്പനീസ് ആക്ട് പ്രകാരം നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു പ്രത്യേക ഘടനയുണ്ട്. അത് പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെയാണ്? നമുക്ക് നോക്കിയാൽ അറിയാം. പാർട്ട് 1 ഷെഡ്യൂൾ 3 എന്തിനെ കുറിച്ച് പറയുന്നത്? ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ. നമുക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മളൊരു പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് എങ്കിൽ ഈ ഒരു വർഷക്കാലം കമ്പനി ഏൺ ചെയ്ത പ്രോഫിറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു തയ്യാറാക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയാണ്? ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്താണ് അവിടെ എഴുതുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി പീരീഡ് ഏപ്രിൽ 1 ടു മാർച്ച് 31 നമ്മൾ കൊടുക്കുക. അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തുണ്ട്? ഒരു പ്രത്യേകമായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്? പാർട്ട് 2 ഷെഡ്യൂൾ 3. പാർട്ട് 2 ഷെഡ്യൂൾ 3 പറയുന്നത്. അപ്പൊ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പറഞ്ഞത് എവിടെയാണ്? പാർട്ട് 1 ഷെഡ്യൂൾ 3 നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നത് പാർട്ട് 2 ഷെഡ്യൂൾ 3 അടുത്തത് ഏതാണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന എപ്പോഴത്തേക്ക് വേണ്ടിയിട്ടാണ്? നമ്മളൊരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഡ്യൂറിങ് ആ ഒരു പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി ഇഫ് ആപ്ലിക്കബിൾ. അടുത്തത് എന്താണ്? നോട്ട്സ് ടു അക്കൗണ്ട്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു? ഏതൊക്കെയാണ്? നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഏതിനെ കുറിച്ചാണ്? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. 4 സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി. ആൻഡ് 5 നോട്ട്സ് ടു അക്കൗണ്ട്. എന്താണ് നോട്ട്സ് ടു അക്കൗണ്ട്? എക്സ്പ്ലനേറ്ററി നോട്ട് അല്ലേ? നമുക്കറിയാം, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യാറുണ്ട്. അത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പ്രകാരമാണ്. സോ ഇറ്റ് ഈസ് ഗിവൺ അറ്റ് ദി എൻഡ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് മേ ബി കോൾഡ് നോട്ട്സ് ടു അക്കൗണ്ട്. അത് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? എക്സ്പ്ലനേറ്ററി നോട്ട് അല്ല എങ്കിൽ എന്താണ്? നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ പ്രകാരമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്.
നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ നിന്ന് നമുക്ക് എക്സാമിന് ചോദ്യം വരാറുണ്ട്. എങ്ങനെ നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ അനലൈസ് ചെയ്യാം, അതിന് ഏതൊക്കെ ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നോക്കുന്നത് ഏതാണ്? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്നാണ്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോവിംഗ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ അറ്റ് ഡിഫറെന്റ് പീരീഡ് ഓഫ് ടൈം. എന്താണ് ഈ ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നത്? നമ്മുടെ ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഡിഫറെന്റ് പീരീഡിൽ എങ്ങനെയായിരുന്നു എന്നത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ഇത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. When financial statement figures for 2 more years are analyzed for comparing the profitability and financial position of the business. നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 2024, 2025, 2023 അങ്ങനെ രണ്ടോ അതിലധികമോ വർഷങ്ങളിലെ നമ്മുടെ ബിസിനസിന്റെ പൊസിഷൻ എന്താണ്, ബിസിനസിന്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയായിരുന്നു എന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പയർ ചെയ്യുകയാണ് ഇവിടെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ ചെയ്യുന്നത്. അതായത് ഒന്നിലധികം വർഷങ്ങളിലെ ഫേമിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്ന് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. 2023 പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷമാണ് എങ്കിൽ 2024 3 ലക്ഷം, 2025 5 ലക്ഷം, അങ്ങനെ കമ്പയർ ചെയ്യും. ഇത് തമ്മിൽ എന്ത് ചെയ്യും, നമ്മൾ കമ്പയർ ചെയ്യും. ഗ്രോത്ത് ഉണ്ടോ അതോ നമുക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അതാണ് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത്. They are also called comparative statement. It is also known as horizontal analysis. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ മറ്റൊരു പേരാണ് എന്ത്, ഹൊറിസോണ്ടൽ അനാലിസിസ്. അപ്പൊ നമുക്കറിയാം വെർട്ടിക്കൽ അനാലിസിസ് നമ്മൾ എക്സാമിന് വരാറുണ്ട് അല്ലെ. ഏതാണ്? കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റുകളെ പറയുന്ന പേരാണ് എന്ത്, വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് ഏതാണ്, ഹൊറിസോണ്ടൽ അനാലിസിസും കോമൺ സൈസ് എന്താണ്, വെർട്ടിക്കൽ അനാലിസിസും. എന്തുകൊണ്ടൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി എളുപ്പം ഞാൻ പറഞ്ഞുതരാം. ഇത് 2024 ഇത് 2025 രണ്ടും ഒരു വരെയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്, നമ്മൾ ഇവരെ രണ്ടുപേരെയും കൂടെയാണ് കമ്പയർ ചെയ്യുന്നത് അല്ലെ. ഇവർ രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു വര വരയ്ക്കുന്നു. അപ്പൊ എച്ച് ആയി. എച്ച് എന്താണ്, ഹൊറിസോണ്ടൽ അനാലിസിസിന്റെ എച്ച് ആയി. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം എന്താണ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ അത് ഏതൊക്കെ വരും. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ട്, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ഓരോ വർഷത്തെയും ബാലൻസ് ഷീറ്റ് ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനിൽ എന്തൊക്കെ മാറ്റമാണ് വന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റില്. ഇനി ഇൻകം സ്റ്റേറ്റ്മെന്റിലാണെങ്കിൽ എങ്ങനെയാണ്, ആ സെയിം തന്നെ. ഓക്കെ, അടുത്തത് ഏതാണ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്. മറ്റൊരു പേരെന്താണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റിന്റെ, വെർട്ടിക്കൽ അനാലിസിസ്. Common size statements are financial statements prepared to show the relationship of individual items to some common base. Each item of financial statement of the same year is analyzed vertically to its common base. It is also called as vertical analysis. എന്താണ് പറയുന്നത്, ഒരേ വർഷത്തിലെ ആ സെയിം ഇയറിലെ കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഉദാഹരണം പറയാം. ബാലൻസ് ഷീറ്റ് വെച്ച് നമുക്ക് ഉദാഹരണം പറയാം. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. ഇവിടെ നമുക്ക് കോമൺ സൈസ് ബാലൻസ് ഷീറ്റും കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റും ആണുള്ളത്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് എടുക്കാൻ പോകുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റ് ആണ് എടുക്കാൻ പോകുന്നത്. ബാലൻസ് ഷീറ്റ് നമ്മൾ അസറ്റ് സൈഡും ഉണ്ട് ലയബിലിറ്റി സൈഡും ഉണ്ട് അല്ലേ. നമുക്കറിയാം എന്താണ് നമ്മുടെ അസറ്റും ലയബിലിറ്റീസും എങ്ങനെയാണ് ഈക്വൽ ആയിരിക്കും. അപ്പൊ അസറ്റിന് ഞാൻ ഇവിടെ ഒരു ഉദാഹരണം, ഫർണിച്ചർ 1 ലക്ഷം. അടുത്തത് ക്രെഡിറ്റേഴ്സ് 2 ലക്ഷം. മിഷനറി നമുക്കൊരു 5 ലക്ഷം എഴുതാം. ഇനി അടുത്തത് ലാൻഡ് ഒരു 2 ലക്ഷവും എഴുതാം. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്രയോ വന്നു, 10 ലക്ഷം വരും അല്ലെ. 5 2 7 7 3 10. അത് സെയിം വേ നമുക്ക് ലയബിലിറ്റിയിലും അങ്ങനെ തന്നെ വരും, 10 ലക്ഷം തന്നെ വരണം. അത് ക്യാപിറ്റൽ
ആയിട്ടും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് വരാം. ക്യാപിറ്റൽ ഞാനൊരു 8 lakh എഴുതുന്നു, ക്രെഡിറ്റേഴ്സ് ഒരു 2 lakh എഴുതുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കോമൺ ബേസുമായി ബന്ധപ്പെടുത്തി ഓരോ ഐറ്റത്തിനെ എന്ത് ചെയ്യാണ്? അനലൈസ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള നമ്മുടെ ഒരു 10 ലക്ഷം എന്ന് പറയുന്നതിന് നമ്മൾ എന്താക്കിയെടുക്കും? 100 എന്ന് എടുക്കും. ഓക്കെ, ആ ഒരു കോമൺ ബേസിന് നമ്മൾ 100 എന്ന് എടുക്കും. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇതെന്താണ്? പേഴ്സൻറ്റേജിലാണ് കേട്ടോ. ഈ 100 എന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റേജിലാണ്. ഈ ഒരു 10 ലക്ഷത്തിൽ 2 ലക്ഷം എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? നമുക്കറിയാം എത്രയാണ്? 10 ലക്ഷത്തിൽ 2 ലക്ഷം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20%. അടുത്തത് 8 ലക്ഷം എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും? 80%. അത് സെയിം വേ നമ്മൾ അസറ്റിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ലാൻഡിനെയും ഈ ടോട്ടലുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്താണ്? 10ൽ 2 ലക്ഷം എന്ന് പറയുന്നത് 100ൽ എത്രയാണ്? 20%. ഇവിടെ 50%, എഗെയിൻ 20%, 10%. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ആ കറക്റ്റ്, അതായത് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്, അതായത് പർട്ടിക്കുലർ ഇയറിലെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡേറ്റിലെ ആ ഒരു സ്റ്റേറ്റ്മെന്റിലെ അതിന്റെ ഒരു ബേസ് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ എന്ത് വിളിക്കുന്നത്? വെർട്ടിക്കൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഹൊറിസോണ്ടലിൽ നമ്മൾ ഡിഫറെന്റ് ഇയറിലെ കാര്യങ്ങളാണ് കമ്പയർ ചെയ്യുന്നത്. വെർട്ടിക്കലിൽ എങ്ങനെയാണ്? ആ ഒരു സെയിം ഇയറിലെ കാര്യങ്ങൾ, സെയിം ഇയറിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതാണ് അക്കൗണ്ടിങ് റേഷ്യോസ്. നമ്മളെ സംബന്ധിച്ച് എക്സാമിന് ഒരുപാട് വട്ടം വരുന്നതാണ് അല്ലെ. നമുക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, കറന്റ് റേഷ്യോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അക്കൗണ്ടിങ് റേഷ്യോ എസ്റ്റാബ്ലിഷ് ദി ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിഗേഴ്സ് ഇൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. എന്താണ് റേഷ്യോ എന്ന് പറയുമ്പോൾ? എന്താണ്? ഒന്നിലധികം സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധം, അതായത് ന്യൂമറിക്കൽ ടേംസിന്റെ ബന്ധം എന്ത് ചെയ്യുന്നു? സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റേഷ്യോ അനാലിസിസ് ഈസ് ദി അനാലിസിസ് ബേസ്ഡ് ഓൺ റേഷ്യോ വിച്ച് ഹെൽപ്പ് ഇൻ ദി സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു റിലേറ്റഡ് ഫിഗേഴ്സ്. ഇറ്റ് ഹെൽപ്പ് ടു ഇവാലുവേറ്റ് ദി ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദി കൺസേൺ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഒരു ഫേമിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നു? റേഷ്യോകളുടെ സഹായത്തോടുകൂടി അനലൈസ് ചെയ്യുന്നു. പ്രധാനമായിട്ടും നമ്മളിവിടെ ഉപയോഗിക്കുന്ന റേഷ്യോസ് ഏതൊക്കെയാണ്? നമുക്കറിയാം, ലിക്വിഡിറ്റി റേഷ്യോ നോക്കാറുണ്ട് അല്ലെ, കറന്റ് റേഷ്യോ, അതുപോലെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, അങ്ങനെ നമ്മൾ റേഷ്യോസ് നോക്കാറുണ്ട്. അതുപോലെ സോൾവൻസി റേഷ്യോ. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എക്സാമിന് ചോദ്യങ്ങൾ വരുന്നതാണ്. അടുത്ത ടൂൾ ഏതാണ്? ട്രെൻഡ് അനാലിസിസ്. എന്താണ് ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ പ്രീവിയസ് ഇയറിലെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഭാവിയിൽ എന്തായിരിക്കും എന്ന് ഉള്ള ഒരു പ്രഡിക്ഷൻ ആണ് ട്രെൻഡ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രെൻഡ് മീൻസ് ദി ടെൻഡൻസി ടു ഇൻക്രീസ് ഓർ ഡിക്രീസ്. ട്രെൻഡ് അനാലിസിസ് ഈസ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് വിച്ച് ഷോ ദി ചേഞ്ച് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഐറ്റംസ് ഫോർ more than 2 years. The earliest period is taken as base year. All other years are compared with the base year. എന്താണ്? നമുക്ക് 2-ലധികം വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഐറ്റംസിനെ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 2013, 2014, 2015 ഇതിൽ ഏത് ഇയറിനായിരിക്കും നമ്മൾ ബേസ് ആയിട്ട് എടുക്കുക? ആദ്യ വർഷമായ 2013 നമ്മൾ എന്ത് ചെയ്യും? ബേസ് ആയിട്ട് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ വർഷത്തെ നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും? നമ്മൾ ഇൻക്രീസ് ചെയ്യാനായിട്ടാണോ ഡിക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസിയാണോ കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ അനാലിസിസ്. ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ അനാലിസിസ് ആണ് വിച്ച് പ്രസന്റ് ദി എമൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഐറ്റം ആസ് എ പെർസെന്റേജ് ഓഫ് ബേസ് ഇയർ. എന്താണ്? ആ ബേസ് ഇയറുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഓരോ ഐറ്റംസിനെയും എന്താണ്? പേഴ്സൻറ്റേജിലാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അടുത്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് എപ്പോഴും ക്യാഷ് ഫ്ലോയും ഫണ്ട് ഫ്ലോയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? Cash flow statement is a financial statement that summarizes the source of cash inflow and uses of cash outflow of a firm during a particular period of time. എന്താണ്? ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് ബിസിനസ്സിലേക്ക് പൈസ എവിടെ നിന്ന് വരുന്നു, നമ്മുടെ പൈസ എവിടേക്ക് പോകുന്നു എന്ന് കാണിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ദി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കോംപ്ലിമെന്റ്സ് ദി ബാലൻസ് ഷീറ്റ് ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ്
ഇറ്റ് ഈസ് മാൻഡേറ്ററി പാർട്ട് ഓഫ് കമ്പനീസ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആസ് പെർ AS3. നമുക്കറിയാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം ഇത് കമ്പൽസറി ആണ്. നമുക്ക് ബാലൻസ് ഷീറ്റ് അതുപോലെ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ പോലെ തന്നെ എന്താണ് മാൻഡേറ്ററി ആണ് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. എ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇസ് ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. എന്താണ്? നമുക്ക് ബിസിനസ്സിലേക്ക് ഫണ്ട് എവിടെ നിന്ന് വരുന്നു, ആ ഫണ്ട് എവിടേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ഫണ്ട് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു അനലൈസ് ദി റീസൺ ഫോർ ചേഞ്ച് ഇൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി ബിറ്റ്വീൻ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ്. എന്താണ്? 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്സിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഓരോ ഐറ്റത്തിലും ഉണ്ടാകുന്ന ഡിഫറൻസ് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഷോ ദി ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് or source and application of fund for a particular period. In other words, fund flow statement is prepared to explain the change in working capital position of a company between 2 balance sheet date. എന്താണ്? നമുക്ക് 2024 നമ്മുടെ ബാലൻസ് ഷീറ്റും 2025 ബാലൻസ് ഷീറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യും. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 2024 നമ്മുടെ 2025 ഫിനാൻഷ്യൽ പൊസിഷനിൽ എന്ത് മാറ്റമാണ് വന്നത്, അതിന് എന്താണ് കാരണമെന്ന് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. മറ്റൊരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ, ഒരു ഫേമിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷനിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മുടെ മുൻപിലുള്ളത് വളരെ വലിയ ഒരു ലക്ഷ്യമാണ്. എന്താണ് വളരെ വലിയ ലക്ഷ്യം എന്ന് പറയുമ്പം നമുക്ക് തൊട്ടടുത്ത ബാങ്കിൽ അടുത്ത വർഷം തന്നെ 2026 തീരുന്നതിന് മുൻപ് തന്നെ നമുക്ക് ജോലി മേടിക്കണം. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ബാങ്കുകാരെ സംബന്ധിച്ച് എങ്ങനെയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അല്ലെ? നമ്മുടെ വർഷം മാർച്ച് 31 വരെയാണ്. അപ്പൊ നമ്മളൊരു ഇയർ എൻഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മൾ ബാങ്കുകാരെ സംബന്ധിച്ച് നമ്മൾ ഇയർ എൻഡിലാണ്. അടുത്ത ഇയർ എൻഡ് നമുക്ക് എവിടെയായിരിക്കണം? നമ്മൾ ബാങ്കിൽ ഒരു സ്ഥിര ജോലി മേടിച്ചുകൊണ്ടായിരിക്കണം. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 6 മന്ത് ബാച്ചും അതുപോലെ 3 മന്ത് ബാച്ചുമാണ് ഉള്ളത്. ഇപ്പൊ CCയിലെ ബിഗ് ഡേയ്സ് ഓഫറുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും അപ് ടു 30% ഓഫറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ചും ഓഫർ ഡീറ്റെയിൽസ് അറിയാൻ എന്ത് ചെയ്താൽ മതി? 89 24 21 44 05 80 എന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതിന്റെ ലിങ്ക് കൂടി കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്